കൂട്ടുകാരെ, രാജീവാണ്. ഇന്ന് നമ്മളൊരു പാവയ്ക്ക കൊണ്ടുള്ളൊരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. പാവയ്ക്ക എല്ലാവർക്കും ഇഷ്ടമാണോ? എനിക്കറിയാം, കയ്പുള്ളത് കൊണ്ട് പലർക്കും ഇഷ്ടമല്ല. നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് പാവയ്ക്ക തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്, കയ്പില്ലാത്ത ഒരു പാവയ്ക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ 400 ഗ്രാം പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ഒരു ക്യാരറ്റ് വേണം, ഒരു സവാള വേണം, പിന്നെ കറിവേപ്പില, 2 പച്ചമുളക്, ഇച്ചിരി ജീരകം, തേങ്ങ, ഒരു 200 ഗ്രാം തേങ്ങ വേണം, പിന്നെ ഇച്ചിരി മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു കാണാം. അപ്പം നമ്മളത് പാവയ്ക്ക കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. നമുക്ക് തേങ്ങയുടെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് മുളക് പൊടി കൂടെ, നമ്മളെടുത്ത് വെച്ച ജീരകം ചേർത്ത് കൊടുക്കാം, കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ച സാധനത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ചേർത്തൊന്ന് ഇളക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് തോരൻ വയ്ക്കാൻ തുടങ്ങാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് വേണം നമുക്ക് പാവയ്ക്ക അതിലേക്ക് ഇടാൻ വേണ്ടി. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇത്തിരി ഉഴുന്നിട്ട് കൊടുക്കാം. ഇത്തിരി ടേസ്റ്റ് വരാൻ വേണ്ടിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ചെറിയ ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് അടച്ച് വേവിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ഏകദേശമൊക്കെ വെന്ത് വേണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ചതച്ച് വെച്ച തേങ്ങ അതിനകത്ത് ഇടണം. തേങ്ങ ഇട്ട് അത് എല്ലാ സൈഡിൽ നിന്ന് ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ഒരു 4 മിനിറ്റ് നമുക്ക് അടച്ച് ഒന്നുകൂടെ വേവിക്കണം. നമുക്ക് അടച്ച് ഒരു 4 മിനിറ്റ് വേവിക്കാൻ വെക്കണം. 4 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് തുറന്നു നോക്കാം നമുക്ക്. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്.